പേഷ്യൻസിനൊന്നും ഈ ആശുപത്രി വരണ്ടേ? ഡോക്ടർ യെസ് കം ഇൻ. വരൂ 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 കടന്നു വരൂ. വരൂ വരൂ. അങ്ങനെ ഒരു രോഗിയെ കിട്ടി. ഇന്നത്തെ ദിവസം കൊള്ളാൻ തോന്നുന്നു. അല്ലാ കാത്തു രക്ഷിക്കണേ. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ വൈറസ് അല്ലേ? ക്യാൻസർ. ക്യാൻസർ. ക്യാൻസറോ? ഓ, എന്താ അനാവശ്യം ഉണ്ടോ ഈ പറയുന്നത്? ക്യാൻസറോ? എന്ത് അനാവശ്യം? പുറത്ത് ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കണ് ഡോക്ടർ ക്യാൻസർ എന്ന്. എടോ, എന്റെ പേര് സി അൻസാർ എന്നാണ്. ഇടയ്ക്കുള്ള കുത്തു മാറ്റവും ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കയറി ക്യാൻസർ എന്ന് വായിക്കുന്നത്. അതൊക്കെ പോട്ടെ, തന്റെ അസുഖം എന്താണ് പറഞ്ഞേ? എനിക്ക് വല്ലാത്ത മറവിയാ. മറവിയോ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? കൊറേ നാളായി. എന്ത് പറഞ്ഞാലും മറന്നുപോകും. എന്താണ് മറന്നുപോയത് ഇപ്പോ? ഓ, എന്താണ് ഇപ്പൊ മറന്നുപോയതെന്ന്? ഇപ്പോഴോ? ഞാൻ പറഞ്ഞോ? നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അതും ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഷ്ടം തന്നെ. അത് പോട്ടെ, നിങ്ങൾ വിവാഹിതനാണോ? ഞാൻ പിന്നെ വിവാഹിതനാ. ശരി, എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികളുണ്ട്. 8 കുട്ടികളോ? അത് ഭയങ്കര അത്ഭുതമാണല്ലോ. എടോ, ഇന്ത്യയിൽ കുടുംബാസൂത്രണം കൊണ്ട് ഇത്രയും സെറ്റപ്പ് ഉള്ളപ്പോ തനിക്ക് ആ കുടുംബാസൂത്രണം ചെയ്തുകൂടായിരുന്നോ? കുടുംബാസൂത്രണോ? അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാ. എന്നിട്ട് ഈ ഫ്രീ ആയിട്ട് ബക്കറ്റും സാരിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാനും നമ്മളെ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് കുടുംബാസൂത്രണ മേളയ്ക്ക്. എന്നിട്ട് എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് കിടത്തി. എന്നിട്ട് നഴ്സുമാര് പറയുവാ. എന്ത് പറഞ്ഞു? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആദ്യമായിട്ടല്ലേ, ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്ന്. അതൊക്കെ പറയുന്ന അവരുടെ ഒരു കടമയല്ലേ? അവരുടെ കടമയെ കുടുമയെ എനിക്കതൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇറങ്ങി ഓട്ടം വെച്ചു കൊടുത്ത്. എന്തിനാണോ ഉറങ്ങിയത്? നല്ലൊരു ചാൻസ് കിട്ടിയത് തനിക്ക് അപ്പൊ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? എന്തോന്ന് ചെയ്യാൻ? ഈ പറഞ്ഞ മാതിരി വാസട്ടമി. അവര് പറഞ്ഞത് എന്റെ അടുത്തല്ല നഴ്സന്മാര്, പിന്നെ എന്നെ ചെയ്യാമെന്ന ഡോക്ടറെ അടുത്താ പറഞ്ഞത്. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ, ആദ്യമായിട്ടല്ലേ, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോളാം. അതൊക്കെ പോട്ടെ, ഇപ്പൊ തനിക്ക് എന്താ വേറെ അസുഖം ഉള്ളത്? ഇപ്പൊ എനിക്ക് ഒന്നും പറയേണ്ടത്. എനിക്കിപ്പോ ചെവിയേക്കാൻ വയ്യ. എന്റെ വയറ്റിനകത്തൊരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക. ഇത് കാരണം കിടന്നുറങ്ങാൻ നിവർത്തിയില്ല എനിക്ക്. നോക്കട്ടെ. ഇതിനകത്ത് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്ക്. ഒരു ശബ്ദവും കേൾക്കുന്നില്ലേ? ഇല്ല. അയ്യോ, എന്നാ പിന്നെ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിക്കാണും. എന്തുവാണോ ഈ പറയുന്നത്? അത് പോട്ടെ, എനിക്ക് വേറെ രോഗികളുള്ള. തനിക്ക് വേറെ വല്ല അസുഖം ഉണ്ടോ? വേഗം പറഞ്ഞോ. തലവേദന ഉണ്ടോ? ഈ അസുഖത്തിന് ആദ്യം മരുന്ന് അതാ ഞാൻ ആദ്യം നോക്കിക്കോട്ടെ. എടോ, തന്റെ അസുഖം എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താണെന്നറിയാ? തന്റെ കുടല് മറിഞ്ഞു കിടക്കേണ്ടേട്ടാ. കുടല് മറിഞ്ഞു കിടക്കണേ. ഡയബറ്റിക് സ്നോ സ്നീക്കർ എന്നാണ് ഇതിന്റെ പേര്. പിടിച്ചു നോക്കിയേ. അത് പോട്ടെ, താൻ ഇടയ്ക്ക് തലവേദനയുടെ കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? തലവേദന. തനിക്ക് തലവേദന ഉണ്ടോ? ഇതും കൂടെ എനിക്ക് പേടിക്കണ്ട, എനിക്കും തലവേദന ഉണ്ട്. തലവേദനയ്ക്ക് പറ്റിയ ഒരു ഓയിന്റ്മെന്റ് എന്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ വീട്ടിൽ പോയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ അങ്ങ് കുളിക്കും. എന്നിട്ട് എന്റെ ഭാര്യയുടെ മടിയിൽ ഞാൻ ഇങ്ങനെ കിടക്കും. അപ്പൊ അവൾ ഈ ലേപനം അവളുടെ മൃദുലമായ കൈ കൊണ്ടെടുത്ത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവും. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും തലവേദന പമ്പ കിടക്കും. വളരെ ഉപകാരം. അപ്പോഴേ ഞാൻ ഇതും കൊണ്ടെങ്കിൽ വീട്ടിൽ പോയി ഇതങ്ങ് കൊടുത്താൽ മതി. എന്നിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കും. എന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടന്നാ മതി. ആ മൃദുലമായ കൈ കൊണ്ട് തടവുമ്പോ തലവേദന പോകും. പമ്പ കിടക്കും. അപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ കാണുമോ? ആര് കാണുമോ? മറ്റേ കക്ഷി ആര്? സാറിന്റെ ഭാര്യ. എന്റെ ഭാര്യ? അയ്യോ, ഓരോ പാർട്ടികൾ ഇറങ്ങണ്ട. എന്റെ ഭാര്യ അവന്റെ തലയിൽ തേച്ചു കൊടുക്കണം പോലെ തലവേദന റാസ്കൽ. എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞ? ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ എനിക്ക് പറ്റില്ലേ? അയ്യോ, അതിനിങ്ങനെ നിലവിളിക്കേണ്ട കാര്യമില്ല. 3 വർഷത്തിന് മുമ്പ് ഇതൊരു ഗർഭിണി കരഞ്ഞോണ്ട് വന്നു, ആംബുലൻസിൽ വെച്ച് പ്രസവിച്ചു. എന്നാലും എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, നിങ്ങൾ ഇങ്ങനെ കരയാതെ. 2 വർഷത്തിന് മുമ്പ് ഒരു ഗർഭിണി ഇതുപോലെ കരഞ്ഞോണ്ട് വന്നിട്ട് ലിഫ്റ്റിൽ കിടന്ന് പ്രസവിച്ചു. ഓ എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ വന്നു ഗർഭിണിയായിട്ട്. അവര് ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ നടയിൽ കിടന്ന് പ്രസവിച്ചു. എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, കഴിഞ്ഞ 3 വർഷമായിട്ടും ഈ ആംബുലൻസിലും ഈ വരാന്തയിലും ഈ പടിക്കെട്ടിലും പ്രസവിച്ചിരുന്ന സ്ത്രീ ഞാനാടോ? അതുകൊണ്ടാ ചോദിക്കണത്. എനിക്ക് ഇപ്രാവശ്യമെങ്കിലും ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? വേഗം പോക്കോ. ഇവരെ ബെറ്റി കിടത്തിക്കോ. ഇപ്രാവശ്യമെങ്കിലും ബെറ്റി കിടത്തി പ്രസവിക്കണം. അയ്യോ,
അല്ലാ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. താൻ എവിടത്തെ ഡോക്ടറാണോ? ആരാ താൻ എവിടുന്നാണ് MBBS എടുത്തത്? എന്ത് പറ്റി? 6 മാസം മുമ്പ് തന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നില്ലേ? വന്നു. 6 മാസം മുമ്പ് വന്നല്ലേ? എന്നെ അറിയാലോ. അറിയാം. അപ്പൊ താൻ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. എന്നാലേ എന്റെ ഭാര്യ 2 മാസം ഗർഭിണിയാ. ഒരിക്കലും സംഭവിക്കില്ല. എന്റെ ഭാര്യയുടെ യൂറിയയും ബ്ലഡും ഒക്കെ വേറൊരു ഡോക്ടർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാ ഒരിക്കലും ശരിയാവില്ല. 2 മാസം ഗർഭിണിയാ. ഒരിക്കലും സാധ്യമല്ല ഗർഭിണിയാവാൻ. തന്റെ പ്രാക്ടീസ് നിർത്തും. എന്റെ ഭാര്യ ഗർഭിണിയാ. തന്റെ കണ്ടുപിടുത്തമൊക്കെ തെറ്റിപ്പോയി. ഇല്ല, എന്റെ കണ്ടുപിടുത്തം തെറ്റത്തില്ല. മെഡിക്കൽ സയൻസിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. തനിക്ക് ഒരിക്കലും കുട്ടികളുണ്ടാവില്ല. ഞാനൊരു സംഭവം പറയാം, ഇയാൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാമോ? സംഭവം? അതെ. അതായത് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, കാർഗില് അപ്പൊ പഞ്ചാബിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു, ദർബാറാ സിംഗ്. തികഞ്ഞ രാജ്യസ്നേഹി. അയാള് തന്റെ കരിമ്പിൻ തോട്ടത്തിൽ ഇങ്ങനെ വളവിട്ടുകൊണ്ട് നിൽക്കുമ്പോ ശത്രുവിന്റെ വിമാനം ഇങ്ങനെ പോകുന്നു. പാകിസ്ഥാന്റെ വിമാനം വരുന്നു. ദർബാറാ സിംഗിന്റെ രാജ്യത്തിനോടുള്ള സ്നേഹം ആഞ്ഞു മനസ്സിൽ പ്രകടമായി. ഒന്നും ചെയ്യാൻ തീരുമാനിക്കാതെ ഒരു കരിമ്പ് വലിച്ചൂരി ആ വിമാനത്തിന് നേരെ ഒറ്റയേറ്. കിടക്കുന്ന വിമാനം തകർന്ന അപ്പുറത്ത്. എന്തോ ദർബാറാ സിംഗ് കരിമ്പ് വലിച്ച വിമാനത്തിന് നേരെ എറിഞ്ഞപ്പോ വിമാനം താഴെ വീണു. ഒരിക്കലും നടക്കില്ല. ഇത് നടന്ന സംഭവമാണ്. എന്ത് രാജ്യസ്നേഹമാണെങ്കിലും കരിമ്പ് 10 അടി പോലും പൊങ്ങൂല. എന്നിട്ട് വിമാനം താഴെ വീണെന്നോ? 100% സത്യം. അള്ളാണ് സത്യം. എന്നാലേ ഡോക്ടറെ ഞാൻ പറയട്ടെ, എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അറിയാമോ? എന്തായാലും നടന്നിട്ടുള്ളത്, അതായത് ഈ ദർബാറാ സിംഗ് ഈ കരിമ്പെടുത്ത് വലിച്ചെറിയുന്ന അതേ നിമിഷം തന്നെ നല്ലതുപോലെ വെടിവെക്കാൻ അറിയാവുന്ന വേറെ ഏതെങ്കിലും പട്ടാളക്കാരൻ ഈ വിമാനത്തിനെ വെടിവെച്ചിട്ട് കാണും. പാവം ദർബാറാ സിംഗ് വിചാരിച്ചു കരിമ്പ് കൊണ്ടാണ് വിമാനം താഴെ വീണത്. യഥാർത്ഥത്തിൽ ഈ പട്ടാളക്കാരൻ വെടിവെച്ചിട്ടാ വിമാനം താഴെ വീണത്. സുഹൃത്തെ, ഇത് തന്നെയാണ് തന്റെ ജീവിതത്തിലും സംഭവിച്ചത്.